ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം നൽകിയത് ബോബി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാവില്ലെന്ന നിരീക്ഷണത്തോടെ. വിശദമായ ഉത്തരവ് 3:30 പുറത്തിറങ്ങും. വിവരങ്ങളുമായി സലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സലി, ബോബി ചെമ്മണ്ണൂരിന് ഹണിറോസിന്റെ പരാതിയിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ്. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണം. ഹർജിയിൽ വീണ്ടും പരാതിക്കാരിയെ അപമാനിച്ചു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറ്റാരോപിതനാണെങ്കിൽ പോലും ഒരു പൗരന് നിയമപരമായി കിട്ടുന്ന ഒരു അവകാശമുണ്ട് ജാമ്യം എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഇവിടെ നൽകുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടന്നില്ല. പക്ഷേ കോടതി വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങളോടെയാണ് ചെമ്മണ്ണൂരിന് ചെറിയൊരു ഇളവ് കോടതി ഇന്ന് നൽകിയതെന്ന് പറയാം. അത് ഓർഡറായി പുറത്തിറങ്ങിയിട്ടില്ല. ഓപ്പൺ കോടതിയിൽ ജാമ്യം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3:30 ഉത്തരവ് പുറത്തിറങ്ങും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലറിയാം എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകൾ എന്നുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നടത്തിയ ചില പരാമർശങ്ങളാണ്. ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗമല്ലെന്ന് പറയാനാവില്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. ഒപ്പം ഈ ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങളും കോടതി എടുത്തു പറഞ്ഞു. ആ ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ ഈ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരർത്ഥത്തിൽ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ഈ ജാമ്യ ഹർജിയിൽ പോലുമുണ്ട് എന്ന് കോടതി പറഞ്ഞു. യഥാർത്ഥത്തിൽ മെറിറ്റിലേക്ക് കടന്നാൽ ഇപ്പോൾ ഇതൊരു പോസിറ്റീവായി ഒരു ഉത്തരവ് പറയാവുന്ന കാര്യമല്ല. പക്ഷേ ക്ഷമിക്കണം, കുറെ ദിവസങ്ങളായി പ്രതി ജയിലിൽ കഴിയുന്നു. മാത്രമല്ല കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം കോടതി ഇപ്പോൾ ഒരു ചെറിയ ഇളവ് നൽകി ജാമ്യം നൽകാം എന്ന് വാക്കാൽ പറഞ്ഞാണ് ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3:30 ഉത്തരവ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവിൽ എന്തൊക്കെയാണ് ജാമ്യവ്യവസ്ഥകൾ എന്ന് പറയും. ഏതായാലും പോലീസ്, സർക്കാർ അതിശക്തമായി എതിർത്തു. കാരണം ഇയാൾ ആദ്യമായല്ല ഇത്തരം പദപ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ നടത്തുന്നത്. പതിവായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു ഈ പ്രതി എന്നാണ് കോടതിയെ പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം നൽകിയാൽ തെറ്റായ ഒരു സന്ദേശം പൊതുജനത്തിന് നൽകും. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ കേട്ടിട്ട് കോടതി പറഞ്ഞത് ശരിയാണ് നിങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇയാള് കുറെ ദിവസങ്ങളായി ജയിലിലാണ്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമില്ല, അതുകൊണ്ട് മാത്രം ഇപ്പോൾ ജാമ്യം നൽകുന്നു എന്നുള്ളതാണ് കോടതി ഒപ്പം ചേർത്ത് പറഞ്ഞത്. ഈ കേസിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം തെറ്റായ പ്രവണതകളുള്ള ചില ആളുകളുണ്ട്, സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു മുന്നറിയിപ്പും താക്കീതുമായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജാമ്യം നൽകാം എന്ന് കോടതി പറഞ്ഞു, അല്ലെങ്കിൽ ജാമ്യം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തി എന്നത് മാത്രമാണ് ഒരു ഇളവായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നത്. ബാക്കിയെല്ലാം കടുത്ത വിമർശനങ്ങളാണ് കോടതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന് ഇന്നും. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ സർക്കാർ സ്റ്റേറ്റ് സ്വീകരിച്ച നടപടികളെ അപ്പാടെ ശരിവെക്കുകയാണ് കോടതി. കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യമില്ല എന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ജാമ്യം നൽകുകയും ചെയ്യുന്നു, അല്ലേ? തീർച്ചയായും ഒരു ഇളവും ഇയാൾക്കില്ല. മാത്രമല്ല പോലീസും പരാതിക്കാരിയും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം മുഖവിലേക്ക് എടുത്ത് തന്നെയാണ് കോടതി മുന്നോട്ട് പോയതും വാദം കേട്ടതുമെല്ലാം. പക്ഷേ ഇയാൾ 3-4 ദിവസമായിട്ട് ജയിലിൽ കഴിയുകയാണല്ലോ എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഇയാൾ കസ്റ്റഡി ആവശ്യം പോലീസ് ഉന്നയിക്കുന്നില്ല. അപ്പോൾ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമില്ല. ഇയാൾ കുറ്റകൃത്യം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പം കിട്ടിയ വിവരം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാണ് കോടതി കേസ് അവസാനിപ്പിച്ചത്. എങ്കിലും ജാമ്യം നൽകാം എന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് തന്നെ ആയിരിക്കും 3:30 വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജാമ്യം നൽകി എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പറയുകയും ചെയ്യാം. അപ്പോൾ 3:30 ഉത്തരവ് ഇറങ്ങിയാൽ ആ ഉത്തരവിന്റെ പകർപ്പ് ജാമ്യം നിഷേധിച്ച അല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തണം. അവിടെ നിന്ന് ഒരു റിലീസിങ് ഓർഡർ മജിസ്ട്രേറ്റ് കൺസേൺഡ് ജയിൽ സൂപ്രണ്ടിന് കൊടുക്കണം. ആ ജയിൽ സൂപ്രണ്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അയാളെ പുറത്തിറക്കണം. ഒരുപക്ഷെ 6-7 മണിയാവുമ്പോൾ പുറത്തിറങ്ങിയേക്കാം ഇന്ന് 3:30 ഉത്തരവ് വന്നാൽ എന്ന് മാത്രം ഇപ്പൊ പറയാം.